ഹലോ എവ്രി വൺ. അപ്പോൾ നമുക്ക് എറിത്രോപോയിസ് പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എറിത്രോപോയിസിസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ആർ ബി സി ആണ് എറിത്രോപോയിസിസ്. പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ആർ ബി സി ആണ് എറിത്രോപോയിസിസ്. ഓക്കെ, ഈ എറിത്രോപോയിസിസ് ജനറലി 6 സ്റ്റേജസിലേക്കാണ് നടക്കുക. ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോ നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോ എറിത്രോബ്ലാസ്റ്റിക് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ആണ് ഏർലി നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്. തേർഡ് സ്റ്റേജ് ആണ് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്. ഫോർത്ത് സ്റ്റേജ് ആണ് ലേറ്റ് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയേറ്റഡ് ആർ ബി സിസ്. ആൻഡ് ദെൻ ഫിഫ്ത്ത് സ്റ്റേജ് ആണ് റെട്ടിക്കുലോസൈറ്റ്. സിക്സ്ത് സ്റ്റേജ് ആണ് മെച്ചുർ എറിത്രോസൈറ്റ്. ഇങ്ങനെ 6 സ്റ്റേജസിലായിട്ടാണ് ഈ എറിത്രോപോയിസിസ് നടക്കുക. ഈ ജനറലി ഈ 6 സ്റ്റേജസിലും കൂടി നടക്കുന്ന ജനറൽ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോ നോർമോബ്ലാസ്റ്റിൽ നിന്ന് മെച്ചുർ എറിത്രോസൈറ്റ് ആവുന്ന സമയത്ത് സെല്ലിൻ്റെ സൈസ് ചെറുതാവും, അതായത് സെല്ല് സ്മോളർ ആവും. ഫോർ എക്സാമ്പിൾ, പ്രോ നോർമോബ്ലാസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 to 20 മൈക്രോമീറ്റർ ആണ്. അത് ഒരു മെച്ചുർ എറിത്രോസൈറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ സൈസ് 7.2 ആകും. അങ്ങനെ സൈസിൽ എന്തുണ്ടാവും? ഒരു ഗ്രാജുവൽ ഡിക്രീസ് നമുക്ക് ഈ എറിത്രോപോയിസിസ് പ്രോസസ്സിൽ കാണാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് അതാണ്, സെൽസ് ബിക്കം സ്മോളർ. ആൻഡ് സെക്കൻഡ് പോയിന്റ് ആണ് ഇവിടെ ഹീമോഗ്ലോബിനൈസേഷൻ നടക്കും. അതായത് ബേസോഫിലിക് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഈസ്നോഫിലിക് ആയിട്ട് മാറും. അതായത് ബേസോഫിലിക് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക് ലവിങ് എന്നാണ്. അതായത് ബ്ലൂ കളർ എന്തായിട്ട് മാറും? ഈസ്നോഫിലിക് ആയിട്ട് മാറും. ഈസ്നോഫിലിക് സൈറ്റോപ്ലാസം മീൻസ് പിങ്ക് കളർ. ഓക്കെ, അതായത് ബ്ലൂ കളർ എന്തായിട്ട് മാറും? പിങ്ക് ആയിട്ട് മാറും. സൈറ്റോപ്ലാസത്തിൻ്റെ ബ്ലൂ കളർ പിങ്ക് ആയിട്ട് മാറും. ഓർ ബേസോഫിലിക് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഈസ്നോഫിലിക് ആയിട്ട് മാറും. ഇതിനുള്ള റീസൺ എന്താണ്? അവിടെ ഹീമോഗ്ലോബിനൈസേഷൻ നടക്കുന്നതാണ് ഇതിനുള്ള റീസൺ. ഹീമോഗ്ലോബിനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സൈറ്റോപ്ലാസത്തിലുള്ള RNA ഡിസപ്പിയർ ആയിട്ട് അവിടെ ഹീമോഗ്ലോബിൻ ആഡ് ആവുക. RNA ഡിസപ്പിയർ ആയിട്ട് അവിടെ ഹീമോഗ്ലോബിൻ ആഡ് ആവുക. ഈ പ്രോസസ്സാണ് എന്ത്? ഹീമോഗ്ലോബിനൈസേഷൻ. ഈ പ്രോസസ്സാണ് ഹീമോഗ്ലോബിനൈസേഷൻ. അപ്പോൾ ഹീമോഗ്ലോബിനൈസേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താവും? ബേസോഫിലിക് സൈറ്റോപ്ലാസം ഈസ്നോഫിലിക് ആയിട്ട് മാറും. അതായത് ബ്ലൂ കളർ ഡിസപ്പിയർ ആയിട്ട് അവിടെ പിങ്ക് കളർ വരും. ഓർ RNA ഡിസപ്പിയർ ആയിട്ട് അവിടെ ഹീമോഗ്ലോബിൻ ആഡ് ആവും. ഈ എൻ്റെ പ്രോസസ്സിലും കൂടി നടക്കും. ഓക്കെ, ഇനി ന്യൂക്ലിയസ് എന്താവും? നമുക്കൊരു സെല്ല് എന്താണ് ചെറുതാവും, അപ്പോൾ ന്യൂക്ലിയസും ചെറുതാവും. ന്യൂക്ലിയോളിയൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ ഡിസപ്പിയർ ആവും. ക്രൊമാറ്റിനൊക്കെ ചുരുങ്ങിയിട്ട് ഫൈനലി നമ്മുടെ സെല്ലിൽ നിന്ന് പുറത്തു പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ പോയിൻറ്റ്സ്. ഈ എൻ്റെ എറിത്രോപോയിസിസ് നടക്കുന്ന ജനറൽ പോയിൻറ്റ്സ് ഇതാണ്. ഇത് നമുക്ക് ഓരോരോ സെല്ല് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോ നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോ എറിത്രോബ്ലാസ്റ്റിക് സ്റ്റേജ്. ഈ സ്റ്റേജിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിക്കാൻ പറയുന്ന പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മോർഫോളജിക്കലി ഐഡൻറ്റിക്കബിൾ ആയിട്ടുള്ള സെൽ, അതായത് ഏർലിയസ്റ്റ് മോർഫോളജിക്കലി ഐഡൻറ്റിക്കബിൾ സെല്ലാണ് ഏത്? പ്രോ നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോ എറിത്രോബ്ലാസ്റ്റ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ ഷേപ്പും സൈസും ആണ്.